ടീച്ചറെ സംസാരിക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ടീച്ചറെ. ടീച്ചർ നേരത്തെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഓക്കെ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആജു സാറിന്, താങ്ക് യു വെൽക്കം ചെയ്തതിന്. അപ്പം നമുക്ക് സെഷൻസിലോട്ട് പോകാം. നമ്മളിവിടെ കൂടുതലും എന്താ പറഞ്ഞ PYQ സെഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. നിങ്ങൾ അതൊന്ന് മൈൻഡ് വെക്കുക. നമുക്ക് സിമ്പിളായിട്ട് കേട്ടിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺ ഈറ്റിംഗ് ഡിസോർഡർ അഫക്റ്റഡ് ബൈ അഡോലസെന്റ് ഫീമെയിൽസ്. അഡോലസെന്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അഡോലസെന്റ് ഫീമെയിൽസിലുള്ള ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്ന്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അനോറക്സിയ നെർവോസയാണ്. അനോറക്സിയ നെർവോസ ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള അവസരം കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ. അപ്പം എന്റെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? അനോറക്സിയ നെർവോസ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്ത് അവർ സ്ലിം ആയിരിക്കാൻ വേണ്ടി നോക്കുന്ന ആ ഒരു ടെൻഡൻസിനെയാണ് ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to Piaget, understanding the rules and regulation of a game is feature of. എന്താണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്? According to Piaget, understanding the rules and regulations of a game is the feature of. സെൻസറി മോട്ടർ സ്റ്റേജിലാണോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? എന്ത്? പിയാഷെയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമുക്ക് പിയാഷെയുടെ റൂൾ സ്റ്റേജ് അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരു ഗെയിമിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. കാര്യം റൂൾസ് റെഗുലേഷൻസ് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് വേണം. നമുക്ക് ഒരു കാണാത്തൊരു കാര്യത്തിനെ മനസ്സിൽ ആലോചിക്കാനുള്ള കഴിവ് വേണം. അതെന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അതുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. പ്രോബ്ലം സെന്റേർഡ് ടീച്ചിങ്, അല്ലെങ്കിൽ പ്രോബ്ലം സെന്റേർഡ് ലേണിംഗ്, ഇത് രണ്ടിൽ ഏതായാലും അത് ഏത് ലെവലിലാണ് ഹാപ്പൻ ചെയ്യുന്നത്? മെമ്മറി ലെവലാണോ, അണ്ടർസ്റ്റാൻഡിങ് ലെവലാണോ, റിഫ്ലക്റ്റീവ് ലെവലാണോ, ഫോർമൽ ലെവലാണോ? ഏതായിരിക്കും? പ്രോബ്ലം സെന്റേർഡ് കുറച്ച് ഹയർ ലെവൽ ഓഫ് ഒരു ടീച്ചിങ് ആണ്. അത് ഏത് ലെവലിലായിരിക്കും? ലേണിംഗിന്റെ അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ ഏത് ലെവലിലാണ് നമുക്ക് പ്രോബ്ലം സെന്റേർഡ് ഒക്കെ ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജി ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്റ്റേജിലാണ്? ഏത് സ്റ്റേജിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോബ്ലം സെന്റേർഡ് ലേണിംഗ്? വെരി ഗുഡ്. റിഫ്ലക്റ്റീവ് ലെവലിലാണ് നമുക്കത് പറ്റുന്നത്. ആദ്യത്തെ ലെവൽ മെമ്മറി ലെവൽ, രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ്, മൂന്നാമത്തെ റിഫ്ലക്റ്റീവ്. അപ്പൊ ഹയർ ആയിട്ടുള്ള ടീച്ചിങ്ങും ലേണിംഗും ഒക്കെ നമുക്ക് ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടുള്ള അതൊക്കെ റിഫ്ലക്റ്റീവ് ലേണിംഗിൽ വരുന്നത്. 3 ടൈപ്പ് ഓഫ് ലെവലാണ്: മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്. ഇപ്പൊ പ്രോബ്ലം സെന്റർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് ലെവലിലാണ്. According to Gordon Allport, which of the following is not a personality trait?
ആൽപോർട്ടിനനുസരിച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ലാത്തത് ഏതാണ്? ആൽപോർട്ട് പറയാത്ത പേഴ്സണാലിറ്റി ട്രേറ്റ് ഏതാണ് ഇതിലെന്ന്? കാർഡിനൽ ട്രേറ്റ് ആണോ, സെൻട്രൽ ട്രേറ്റ് ആണോ, സെക്കൻഡറി ട്രേറ്റ് ആണോ, സർഫസ് ട്രേറ്റ് ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി, സർഫസ് ട്രേറ്റ് ആണ് നമ്മുടെ ആര് ആൽപോർട്ട് പറയാത്തത്. ബാക്കിയുള്ള 3 ട്രേറ്റ് ആൽപോർട്ട് പറഞ്ഞ കാർഡിനൽ ട്രേറ്റും സെൻട്രൽ ട്രേറ്റും സെക്കൻഡറി ട്രേറ്റും ഈ ട്രേറ്റുകളുടെ ഡിവിഷൻ ആൽപോർട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡിവിഷൻ തന്നെയാണ്. An unconscious psychological mechanism adopted by an individual to tackle a frustrating situation. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെക്കാനിസത്തിന് നമ്മൾ എന്താണെന്നാ പറയുന്നത്? എന്താണ് മെക്കാനിസത്തിന്റെ പേര്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സജിന. ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നെയാണ്. ഡിഫൻസ് മെക്കാനിസം എടുത്താണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സൂപ്പർ ഈഗോ 3 സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതിൽ സൂപ്പർ ഈഗോ ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? പ്ലെജർ പ്രിൻസിപ്പിൾ ആണോ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണോ, മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ ആണോ? യെസ്, കറക്റ്റ്. റഹ്മത്ത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, പ്ലെജർ പ്രിൻസിപ്പിൾ ഇഡും, ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. According to Piaget, the cognitive stage that refers 2 to 7 years, 2 മുതൽ 7 വയസ്സ് വരെയുള്ള പിയാഷയുടെ ഏത് സ്റ്റേജിലാണ് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേഷനിലാണോ, ഫോർമൽ ഓപ്പറേഷനാണോ, സെൻസറി മോട്ടർ ആണോ, അതോ കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണോ? 2 മുതൽ 7 വയസ്സ് വരെയുള്ള ആ ഒരു കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ്, ആ കുട്ടികൾ ഏത് ലെവലിൽ വരും പിയാഷയ്ക്ക് അനുസരിച്ച്? വെരി ഗുഡ്, വെരി ഗുഡ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. ബാക്കിയുള്ള സെൻസറി ഓപ്പറേഷണൽ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷൻ, അതാണ് അതിന്റെ ഒരു ഓർഡർ. ദ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ, ആദ്യത്തെ ഇന്റലിജൻസ് സ്കെയിൽ ഏതാണ്? സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ആണോ, അതോ റാവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ് ആണോ, വെഷ്ലർ സ്കെയിൽ ആണോ, ബാറ്റിയ പെർഫോമൻസ് ടെസ്റ്റ് ആണോ? ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് സ്കെയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ടീച്ചർ യൂസസ് സിനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡ്രാമറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് വിച്ച് എബിലിറ്റി ഓഫ് ചിൽഡ്രൻ. ഈ പറഞ്ഞിട്ടുള്ള സിനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡ്രാമറ്റൈസേഷൻ ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജീസ് ഏത് എബിലിറ്റി കൂട്ടാനാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്? മെറ്റാകോഗ്നിഷൻ ആണോ, ഇന്റലിജൻസ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ആപ്റ്റിറ്റ്യൂഡ് ആണോ? ഏതായിരിക്കും? വെരി ഗുഡ്. സിനറ്റിക്സ് അഥവാ ബ്രെയിൻ സ്റ്റോമിംഗ് ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത്. ഡ്രാമറ്റൈസേഷൻ കൊടുത്താലും ഒക്കെ അവരത് എങ്ങനെ അഭിനയിക്കും? സിനറ്റിക്സ് കൊടുത്താൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത 2 കാര്യങ്ങൾ കൊടുത്താൽ അവരത് എങ്ങനെ കണക്ട് ചെയ്യും? ബ്രെയിൻ സ്റ്റോമിംഗ് ആണെങ്കിൽ ഒരു ഐഡിയ ഇട്ട് കൊടുത്താൽ അവർ അതിനെക്കുറിച്ച് എന്തൊക്കെ പറയും, എത്ര വരെ പറയാൻ അവർക്ക് പറ്റും, ഇതൊക്കെ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ സിനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡ്രാമറ്റൈസേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ ഗിൽഫർഡ് പറഞ്ഞിട്ടുള്ള ഏത് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണോ, ട്രയാർക്കിക് തിയറി ആണോ, 2 ഫാക്ടർ തിയറി ആണോ, അതോ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആണോ? റഹ്മത്ത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആണ് ഗിൽഫോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആണ് ഗിൽഫോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റെസ്പോണ്ടിങ്? ഒരു ഇത് നമ്മുടെ സ്കിന്നറിന്റെ തിയറിയിനകത്തുള്ളതാണ്. റേറ്റ് ഓഫ് റെസ്പോണ്ടിങ് എന്താണ് റേറ്റ് ഓഫ് റെസ്പോണ്ടിങ് കൂട്ടാൻ സാധ്യതയുള്ളത്? പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണോ, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണോ? പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇത് രണ്ടും കാരണം റെസ്പോണ്ടിങ് കൂടുമോ, അതോ പണിഷ്മെന്റ് ആണോ റെസ്പോണ്ടിങ് കൂട്ടുന്നത്? കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി വീണ്ടും വീണ്ടും കൂടാൻ സഹായിക്കുന്ന എന്താണ്? ഓക്കെ വിമ, കറക്റ്റ് ആണ്.
ബോത്ത് എ ആൻഡ് ബി. റീഎൻഫോഴ്സ്മെന്റ് എപ്പോഴും എന്തെടുക്കും, എന്തെങ്കിലും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് കൂട്ടാൻ തന്നെയാണ് എപ്പോഴും റീഎൻഫോഴ്സ്മെന്റ് ശ്രമിക്കുന്നത്. നേരെ മറിച്ച് പണിഷ്മെന്റ് ആണെങ്കിൽ അങ്ങനല്ല. പണിഷ്മെന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, റെസ്പോൺസ് കുറഞ്ഞു പോകും. ഈ ഇൻക്രീസിന് പകരം അവർ ഡിക്രീസ് ആയിരുന്നെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് ആൻസർ ആയിട്ട് വന്നേനെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനല്ല. എന്താണ് റീഎൻഫോഴ്സ്മെന്റ്, ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്താ റെസ്പോൺസ് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്താണ് പഠിക്കാൻ, ഇപ്പൊ പഠിപ്പിക്കാൻ ഒക്കെ എന്താ ഈ പറഞ്ഞ കുട്ടികൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ഉള്ള ലക്ഷ്യം. അത് റെസ്പോൺസ് കൂടാൻ വേണ്ടി എന്താ എന്തെങ്കിലും നെഗറ്റീവ് സ്റ്റിമുലസ് നമ്മൾ മാറ്റിയാൽ കുട്ടി വീണ്ടും പഠിക്കും. ഇനി മിഠായി എന്തെങ്കിലും കൊടുത്ത് ഒരു പോസിറ്റീവ് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുവാണ് സ്റ്റിമുലസ് എങ്കിലും എന്താ പഠിക്കും. അപ്പൊ പഠനം എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ റെസ്പോൺസ്. അത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മാറ്റുക, സ്റ്റിമുലസ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കുക, നല്ല കാര്യങ്ങൾ കൊടുക്കുക. ഇത് രണ്ട് ചെയ്താലും എന്താ പഠനം എന്ന റെസ്പോൺസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് റേറ്റ് ഓഫ് റെസ്പോണ്ട് ഇൻക്രീസ് ചെയ്യാൻ എപ്പോഴും റീഎൻഫോഴ്സ്മെന്റ് ആണ് സഹായിക്കുന്നത്. രണ്ടും പോസിറ്റീവും നെഗറ്റീവും റീഎൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് കൂട്ടാൻ സഹായിക്കും. എ ടീച്ചർ റിഫ്ലെക്ട്സ് ഹർ ആങ്കർ ഫ്രം ഹർ കൊളീഗ് ടു സ്റ്റുഡന്റ്. ഒരു ടീച്ചർ ഭയങ്കര ദേഷ്യമാണ്, ടീച്ചർ കുട്ടിയിൽ നിന്ന് കൊളീഗിനുള്ള ദേഷ്യം കുട്ടിയിലോട്ട് തീർത്തു. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഡിഫൻസ് മെക്കാനിസത്തിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ് ജുമാന, കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഒരു പ്ലേസിലുള്ള ആങ്കർ നമ്മൾ വേറൊരു പ്ലേസിലോട്ട് ഇടുക. അത്രയും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ടീച്ചറിന് കൊളീഗിനോടാണ് ദേഷ്യം, പക്ഷെ ടീച്ചർ എന്തെടുത്തു, ആ ദേഷ്യം സ്റ്റുഡന്റിലോട്ട് മാറ്റി. അപ്പൊ അവിടെ എന്താണ് ആ ആങ്കറിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇവിടുന്ന് ഇവിടോട്ട് ആ ഒരു ആങ്കർ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെക്കാനിസത്തിന് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എന്താ പറഞ്ഞ അങ്ങാടി തോറ്റതിന് അമ്മയോട്, അങ്ങാടിയിലാണ് നമ്മുടെ ദേഷ്യം, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയോടാണ് ആ ദേഷ്യം തീർക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം. ഒരാളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരാളോടുള്ള കാര്യം നമ്മൾ വേറെ ആരുടെ അടുത്ത് പോയി തീർക്കുന്നു. An intelligent test revealed that IQ score of a child is 140. നമ്മളൊരു ഇന്റലിജന്റ് ടെസ്റ്റ് നടത്തി. അപ്പൊ ആ കുട്ടിക്ക് എത്ര 140 ഉണ്ട് ഇന്റലിജന്റ് ടെസ്റ്റ്. അപ്പൊ ഈ കുട്ടി ഏത് കാറ്റഗറി വരും? മെന്റലി ചലഞ്ച്ഡ് ആണോ, ലേണിംഗ് ഡിസേബിൾഡ് ആണോ, ഫിസിക്കലി ചലഞ്ച്ഡ് ആണോ, അതോ ഇന്റലക്ച്വലി സുപ്പീരിയർ ആയിരിക്കും? ഏത് കാറ്റഗറി ആയിരിക്കും കുട്ടി വരുന്നത്? വെരി ഗുഡ്. ഹയർ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടി എന്താണ് ഇന്റലക്ച്വലി സുപ്പീരിയർ ആണ്. ഇന്റലക്ച്വലി നല്ല 140 ഒക്കെയാണ് കുട്ടിയുടെ ഇന്റലിജൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സുപ്പീരിയറും ബ്രില്യന്റും ഗിഫ്റ്റഡും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നവരെല്ലാം എവിടെ വരും? 140ക്ക് 140 ലെവലിലൊക്കെ വരും. നോർമൽ ആണെങ്കിൽ 90 to 110. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ 90 to 110 ആണ്. പിന്നെ അതും കഴിഞ്ഞ് 140 ലെവലിൽ 130ക്ക് അപ്പുറം ഒക്കെ വരുന്ന ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നവര് ഇന്റലക്ച്വലി സുപ്പീരിയർ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, ബ്രില്യന്റ് സ്റ്റുഡൻസ് എന്നൊക്കെ, ജീനിയസ് എന്നൊക്കെ നമുക്ക് അവരെ പറയാം. Which of the following is an example of intelligence test? ഇന്റലിജൻസ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ഏതാണ് ഇതിനകത്ത്? സ്റ്റാറ്റ്ഫർഡ് ബില്ലറ്റ് ആണോ, റോഷ കിങ്ബ്ലോട്ട് ആണോ, തെമാറ്റിക് അപ്പർസെപ്ഷൻ ആണോ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ? ഇതിൽ ഏതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്? ഇന്റലിജൻസ് ടെസ്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ഏതാണ്? ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ടെസ്റ്റ് ആണ്. ഇതിൽ സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ട് വരുന്നത്. സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ബാക്കി പറഞ്ഞ റോഷാർ കിങ്ബ്ലോട്ട് ടെസ്റ്റും തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഒക്കെ പേഴ്സണാലിറ്റിയുടെ ടെസ്റ്റുകളാണ്. പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഭിരുചി കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് ഈ സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് ബിന്നറ്റ് ആണ് ഇന്റലിജൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതും സ്റ്റാറ്റ്ഫർഡ് ബിന്നറ്റ് ടെസ്റ്റ് ആണ്. സ്റ്റാറ്റ്ഫർഡും ബിന്നറ്റും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലും ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ട് ഉള്ളത്. ഈ 4 ഇത് മാത്രമാണ് നമ്മുടെ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. A teacher exploits the curiosity of students and tries to make his lessons more interesting to students. ഇപ്പൊ ടീച്ചർ എന്തെടുക്കുവാണ്? കുട്ടിയുടെ ക്യൂരിയോസിറ്റിനെ ഉപയോഗിച്ച്, കുട്ടിക്ക് നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. അപ്പൊ ടീച്ചർ എന്തെടുക്കുന്നു? ലെസൺസ് ഒക്കെ ആ കുട്ടിയുടെ ആ ഇൻട്രസ്റ്റിനെ ഉപയോഗിക്കുകയാണ്. ഇനിയും ആ വഴി ടീച്ചർ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അത് ഏത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ്? ടീച്ചറിന് ഒരു മോട്ടിവേഷൻ ആകുവാണ് കുട്ടിയെ വീണ്ടും പഠിപ്പിക്കാൻ. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മോട്ടിവേഷൻ ആയിരിക്കും?
അതാണ് ടീച്ചർ ഇവിടെ ഉപയോഗിക്കുന്നത്. കുട്ടിക്ക് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ടീച്ചർ നല്ലോണം പഠിപ്പിക്കാനും പറ്റുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ആണ്? ഇത് ഏത് ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ആണ്? ഇല്ല, ഏത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ്? ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് മോട്ടിവേഷനാ? ഇതെന്ന് പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. കാര്യം എന്താ? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിയുടെ ക്യൂരിയോസിറ്റി, അത് കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, അത് ഉള്ളിൽ നിന്നുള്ള, ടീച്ചർ ഒന്നും പറഞ്ഞിട്ടല്ല, അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ടീച്ചറിന് പിന്നെയും പിന്നെയും പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ നിന്നുള്ള, നമുക്ക് ആരും പുറകെ നിന്നിട്ട് പോലും മിഠായി തരാന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല, കുട്ടിക്ക് അറിയണം, അത് കുട്ടിയുടെ ആഗ്രഹമാണ്. അപ്പൊ കുട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോളജ് അക്വിസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീമ. ഓക്കെ, ഇതൊരു സ്കീമേനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോളജ് അക്വയർ ചെയ്യാൻ എന്ത് വേണം? നമ്മൾ സ്കീമാസ് ഇല്ലെങ്കിൽ നോളജിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ്, നമുക്ക് ഓരോ ഇൻഫർമേഷൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നതോറും കിട്ടുന്നത് കൂട്ടി വെച്ചാണ് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജെറോമസ് ബ്രൂണർ ആണോ? ജീൻ പിയാഷെ ആണോ? ലെവ് വൈഗോട്സ്കി ആണോ? JB വാട്സൺ ആണോ? പറയൂ, കമന്റ് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ് ഫാത്തിമ, വെരി ഗുഡ് മെഹറിൻ. ഓക്കെ, കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ കറക്റ്റ് ആണ്. ജീൻ പിയാഷെയാണ്. പിയാഷെയാണ് നമ്മളോട് സ്കീമ, അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അല്ലെ, ഇങ്ങനെയാണ് നമുക്ക് കോഗ്നിറ്റീവ്ലി നമ്മൾ നോളജ് പയ്യെ പയ്യെ അക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ആരാണ്? ജീൻ പിയാഷെയാണ്. സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം ഇതെല്ലാം കൊണ്ടുവന്ന ആരാണ്? ജീൻ പിയാഷെയാണ്. ഓക്കെ. അനിൽ, a secondary school student, is not interested in studying mathematics due to dislikes towards the teacher who teaches the subject. അപ്പൊ എന്താ? അനിലൊരു സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് ആണ്. ഒരു എന്താ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു 8th 9th ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്താ? മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല. അതിന് കാരണം എന്ത്? ടീച്ചറിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഏതൊരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലോ ആണ് ഇവിടെ കുട്ടി വർക്ക്ഔട്ട് ആക്കിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏത് ലോ ആണ് കുട്ടി വർക്ക്ഔട്ട് ആക്കിയിരിക്കുന്നത്? ഏത് ലോ ആയിരിക്കും? ഒന്ന് ഗസ് അടിച്ചേ. ഇവിടെ കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന ലോ ഓഫ് അസോസിയേഷൻ ആണ്. സബ്ജക്റ്റിനെയും ടീച്ചറിനെയും കുട്ടി എന്തെടുത്തു? അസോസിയേറ്റ് ചെയ്തു. കുട്ടിക്ക് അതൊന്നും അറിയില്ലല്ലോ. ടീച്ചറിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുട്ടി എന്തെടുത്തു? മാത്സും ടീച്ചറും കൊള്ളില്ല, മാത്സും കൊള്ളില്ല, അങ്ങനെ അങ്ങ് ഒരു കൺക്ലൂഷനിൽ. അപ്പൊ ഇവിടെ എന്താണ്? ലോ ഓഫ് അസോസിയേഷൻ ആണ് കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഓഫ് അസോസിയേഷൻ ആണ് ഇവിടെ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. The undesirable behavior of Geeta studying in 8th standard is reduced due to removal of a stimulus is known as. ഇവിടെ എന്താ പറഞ്ഞ? എന്തോ ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ, എന്തോ ഒരു ബിഹേവിയർ നമ്മുടെ ഗീത ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു ബിഹേവിയർ ചെയ്യാൻ എന്തോ തടസ്സപ്പെടുന്ന കാര്യം ഗീത ചെയ്യുന്നുണ്ട്. ഇല്ല, പഠിക്കുന്ന കുട്ടിയാണ് 8ാം ക്ലാസ്, പക്ഷെ അവൾ പഠിക്കുന്നതിന്, സ്റ്റഡി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് വേറെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു റെസ്പോൺസ് എന്താ? സ്റ്റഡിങ് ആണ് നമുക്ക് വേണ്ട റെസ്പോൺസ്. അതിന് വേണ്ടിയിട്ട് ഏതോ ഒരു സ്റ്റിമുലസ് റിമൂവ് ചെയ്തു. ഒരു സ്റ്റിമുലസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയനെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റിമുലസ് ആണ് റിമൂവ് ചെയ്തത് കേട്ടോ. അപ്പൊ അതെന്താണ്? നമുക്ക് കുട്ടി പഠിക്കണം, കുട്ടി ഇനിയും പഠിക്കണം. അപ്പൊ ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ ഉണ്ട്, ആ ഒരു ബിഹേവിയർ ഡിസൈറബിൾ ആക്കി മാറ്റണം. അതിന് വേണ്ടി നമ്മൾ സ്റ്റിമുലസ് മാറ്റി. ആ സ്റ്റിമുലസ് മാറ്റിയാൽ അത് എന്തെന്ന് പറയും? നമ്മൾ എന്തെന്നാ പറയുന്നത്? എനിക്ക് ഓഡിബിൾ ആണോ? ഹലോ, ആണല്ലേ. അപ്പം എന്താണ്? കമന്റ് ചെയ്യാവോ? ഏതായിരിക്കും? സ്റ്റിമുലസ് മാത്രം റിമൂവ് ചെയ്യുന്നു, പക്ഷെ നമ്മുടെ റെസ്പോൺസ് കൂടുന്നു. അപ്പൊ അതെന്താ? നേരത്തെ നമ്മൾ ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു, എയും ബിയും. റെസ്പോൺസ് കൂടുവാണ്, സ്റ്റിമുലസിനാണ് ഒരു ചേഞ്ച് വരുന്നതെങ്കിൽ അത് റീഎൻഫോഴ്സ്മെന്റ് ആണ്. സ്റ്റിമുലസും കൂട്ടുന്നു, റെസ്പോൺസും കൂട്ടുന്നുവെങ്കിൽ അത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. സ്റ്റിമുലസ് റിമൂവ് ചെയ്തിട്ട് റെസ്പോൺസ് കൂട്ടുന്നു, ഒരു വേണ്ടാത്ത ഡിസറബിൾ ബിഹേവിയർ മാറ്റാൻ വേണ്ടി സ്റ്റിമുലസ് എടുത്ത് മാറ്റി. കുട്ടി പഠിക്കുന്നില്ല, ഫോണാണ് കാരണം, ഫോൺ എടുത്തങ്ങ് മാറ്റിയാൽ മതി, ഇപ്പൊ പഠിച്ചോളും.
അപ്പൊ ആ ഫോൺ എടുത്ത് മാറ്റുന്ന എന്താ, അതാണ് എന്ത്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. അത് സ്റ്റിമുലസിനെ എടുത്ത് മാറ്റി, ആ ഒരു പഠനമെന്ന ആ ഒരു റെസ്പോൺസ് കൂടാൻ വേണ്ടി സ്റ്റിമുലസ് എടുത്തങ്ങ് മാറ്റി. ഓക്കെ. Disabled people of all ages and those learners with special educational needs being placed in mainstream education setting with some adaptation and resources are called ഡിസേബിൾഡ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ്. എന്നുവെച്ചാൽ ഏത് ഏജ് ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, ഇവിടെ കൂടുതലും ഡിസേബിൾഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിന് പരിഗണിച്ച് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ അവർ വീട്ടിലിരിക്കേണ്ട, അവർ വരണം, പുറത്ത് വന്ന് പഠിക്കണം, അവരെ മുൻനിർത്തി കൊണ്ടുവന്ന ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെഗ്രഗേറ്റഡ് എഡ്യൂക്കേഷൻ ആണോ, ഇന്റഗ്രേഷൻ ആണോ, ഇൻക്ലൂഷൻ ആണോ, ആക്സസിബിലിറ്റി ആണോ, എന്താണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഡിസേബിൾഡിനെ മെയിൻ സ്ട്രീമിൽ കൊണ്ട് അവരായിരിക്കും തെള്ളി നിൽക്കുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്? ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്? അവര് തെള്ളി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇങ്ങനെ വരുന്ന കേസിൽ ഇപ്പൊ ഇവിടെ ഇൻക്ലൂസീവും വന്നിട്ടുണ്ട്, അതുപോലെ ഇന്റഗ്രേഷനും വന്നിട്ട് നമുക്ക് ഇൻക്ലൂഷൻ അങ്ങനെ തോന്നും. പക്ഷെ ഇൻക്ലൂഷനിൽ ഒരിക്കലും എന്താണ് ഈ കുട്ടിയെ അത്ര എന്താ പറയണ്ടേ, ഒരുപോലെ നിർത്താനായിരിക്കും ശ്രമിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന് വന്നേക്കുന്ന സ്പെഷ്യൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ, പല ഏജിലുള്ളവർ എല്ലാവരും കൂടെ ഒരു ക്ലാസ്സിലോട്ട് വരുന്നു. എന്നിട്ട് അവരാണ് അവിടെ മുഖ്യധാരയിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ, മറ്റു കുട്ടികൾ അവിടെ ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ എന്താ, ഇവര് മുഖ്യധാരയിൽ നിൽക്കുമ്പോൾ ഇവർക്കുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അവിടെ കാണണമെന്നില്ല, അവരെ ഒന്ന് കുറച്ച് താങ്ങുക എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? അപ്പൊ ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സെറ്റിങ്ങിലോട്ട് വരുന്നതിന് അവർക്കുള്ള എന്താ വിത്ത് സം അഡാപ്റ്റേഷനും കുറച്ച് റിസോഴ്സസും ഒക്കെ കൊടുത്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ അങ്ങനല്ല. ഇൻക്ലൂഷനിൽ എല്ലാവരും ഒരുമിച്ച് പഠിക്കും, പക്ഷെ എല്ലാവരും ഒരുമിച്ച് പഠിക്കുമെങ്കിലും ഒരേ ഒരു ഇക്വാളിറ്റി ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്, എല്ലാവരുടെയും മെച്ചപ്പാട് അവിടെ എയിം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരുടെ മെച്ചപ്പാടിന് വേണ്ടി മാത്രം എന്നുള്ള രീതി വരുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ എന്ത് വരും? ഇന്റഗ്രേഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്റഗ്രേഷൻ ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻക്ലൂഷൻ വരത്തില്ല. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, സ്പെഷ്യൽ നീഡ്സ് ഇല്ലാത്ത കുട്ടികളും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളും രണ്ടുപേരും നമുക്ക് ഇമ്പോർട്ടൻ്റാ. സ്പെഷ്യാലിറ്റിനൊന്നും നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും, പക്ഷെ എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ എന്താ ഒരു കഥ പറയാൻ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് സ്പെഷ്യൽ ഏബിൾഡ് അല്ലാത്ത കുട്ടിയെയും അതുള്ള കുട്ടികളെ ഒരുപോലെ വിളിക്കും, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും. പക്ഷെ ഇന്റഗ്രേറ്റഡിൽ എന്താ പറയണ്ടേ, ഇച്ചിരി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ്, അവർക്ക് സ്പെഷ്യൽ സിലബസ്, ആ ഒരു രീതിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ അത് അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്ന ഏതാന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇന്റഗ്രേഷനും ഇൻക്ലൂഷനും ഉണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ആയിരിക്കും രണ്ടിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡിസേബിളിന് മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സെറ്റിങ്ങിലോട്ട് കൊണ്ടുവരുന്ന ഏതാന്ന് ചോദിച്ചാൽ ഇന്റഗ്രേഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നു, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മെച്ചപ്പാടുണ്ടാകുന്നു. ഓക്കെ, അല്ലാതെ ആർക്കും ഇച്ചിരി കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ. ഗേൾസ് കുഡ് നോട്ട് ഡു ദിസ് ജോബ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരാൾ അല്ല ആരോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത്? ഗേൾസ് കുഡ് നോട്ട് ഡു ദിസ് ജോബ്. ദിസ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ മെയിൽ ടീച്ചർ. ഒരു മെയിൽ ടീച്ചർ ക്ലാസ് കണ്ടിട്ട് പറഞ്ഞു ആ ഗേൾസിന് ഈ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ജെൻഡർ സെൻസിറ്റിവിറ്റി ആണോ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ, ജെൻഡർ പ്രെജുഡൈസ് ആണോ, ജെൻഡർ ഇക്വാളിറ്റി ആണോ? എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, വെരി ഗുഡ്. ജെൻഡർ പ്രെജുഡൈസിന് എക്സാമ്പിൾ ആണ്. കാര്യം എന്താ, മെയിൽ ടീച്ചർ ഭയങ്കര പ്രെജുഡൈസ്ഡ് ആണ്, ടീച്ചർ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുക, മുൻധാരണ, ഇവർക്ക് ഒന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ വല്ല സ്റ്റേറ്റ്മെന്റും ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പ്രെജുഡൈസ് ആണ്. ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലോ, ഒരു ഡ്രില്ല് പീരീഡ് കൊടുത്തു, പക്ഷെ എന്ത് സംഭവിച്ചു? ആ ഡ്രില്ല് പീരീഡ് കൊടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ നമ്മുടെ ഗേൾസിനെ വിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഡിസ്ക്രിമിനേഷൻ ആകും. ഇവിടെ പക്ഷെ മുൻധാരണ, പുള്ളിയുടെ മനസ്സിലുള്ള കാര്യം അങ്ങ് പറയുകയാണ്, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അവരത് ചെയ്യിപ്പിച്ച് നോക്കുന്ന പോലും ഇല്ല, മുന്നേ പറയുകയാണ് പറ്റത്തില്ല. അപ്പൊ അതെന്താ, മുൻധാരണ അതോ പ്രിജുഡൈസ് ആണ്. ഓക്കെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ലേണിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിംഗ്. അതിന്റെ ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുന്നത്? നമ്മളതിനെ എന്താ പറയുന്നത്? യെസ്, വെരി ഗുഡ്. അതിന് നമ്മൾ പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന അങ്ങേയറ്റത്തെ ലേണിംഗ് ലെവലിലോട്ട് എത്താൻ നമ്മൾ കുറെ പേരൊക്കെ സഹായിക്കും. ഇത് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? വൈഗോട്സ്കി ആണ്. ഇത് പറഞ്ഞിട്ടുള്ളത് വൈഗോട്സ്കി ആണ്.
Rani finds it difficult to adjust with her peer group while engaging in academic activities in school. What is the preliminary step in dealing with the situation? റാണിക്ക് എന്താണ് റാണിക്ക് ഭയങ്കര പിയേഴ്സുമായിട്ട് അവരുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു, ഭയങ്കര കൂട്ടുകാരുമായിട്ട് എൻഗേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. അപ്പം ഈ ഒരു ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിയെ എൻകറേജ് ചെയ്യണോ, ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണോ, അതോ ആദ്യം തന്നെ ഒരു റെമഡി പ്ലാൻ ചെയ്യണോ, അതോ ഇനിയിപ്പം എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് അങ്ങ് അപ്ലൈ ചെയ്യണോ? എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്? എന്തായിരിക്കും? ബി. പിന്നെ എന്തൊക്കെയാണ്? ഓക്കെ, ബി. ബി. വെരി ഗുഡ്, ബി ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, കുട്ടിക്ക് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ആ ഡിഫിക്കൽട്ടി എന്താണെന്ന് കണ്ടുപിടിച്ചാലേ എന്തെടുക്കാൻ പറ്റൂ, നമുക്ക് കുട്ടീനെ ഏത് റെമഡി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റൂ, അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ചുമ്മാ അങ്ങ് എൻകറേജ്മെന്റ് കൊടുത്താൽ എല്ലാവരും ഒന്നും ചെയ്യില്ല. അപ്പൊ ഇവിടെ ഡിഫിക്കൽട്ടി ഉള്ളപ്പോൾ ആദ്യം ആ ഡിഫിക്കൽട്ടി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്, ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് ഒരു ടീച്ചറിന്റെ ഏറ്റവും പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ കോസസ് ഓഫ് ദ ഡിഫിക്കൽട്ടി ഓഫ് റാണി. റാണിയുടെ ഡിഫിക്കൽട്ടി കണ്ടുപിടിക്കണം. A tentative statement on the relationship between two variables can be called. ഇത് നമ്മുടെ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമല്ലോ BEd, അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന ചോദ്യമാണ്, റിസർച്ചിന്റെ ഏരിയ എന്ന് വരുന്നതാണ്. എ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ടു വേരിയബിൾസിന് എന്ത് ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിക്കോട്ടെ, എന്ത് റിസർച്ച് ചെയ്താലും ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താ പറയുന്നത്? പിന്നെ കമന്റ് ചെയ്യൂ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ആണ് കേട്ടോ. ഈ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് പോകാൻ ഹൈപ്പോത്തസിസ് ആണ്. ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ ഞാനിങ്ങനെ ഊഹിക്കുവാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ എൻഡിങ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് എഴുതി വെക്കും. ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ സർവേ ആണെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യരും ഞാൻ എടുക്കുന്ന സർവേയിൽ എസ് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ള രീതി ഞാൻ അങ്ങ് ധരിക്കുവാണ്. ഇത് നടക്കാതിരിക്കാം. അപ്പൊ ഒരു റിസർച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി തുടങ്ങുമ്പോൾ അതിന് മുന്നേ എടുക്കുന്ന നമ്മുടെ മനസ്സിലൊരു ധാരണാ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പേര് ഹൈപ്പോത്തസിസ് എന്നാണ്. ഈ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഹൈപ്പോത്തസിസ് മാർക്ക് ചെയ്യുക. ഒരു രണ്ട് വേരിയബിളിലെ എക്സ്പെരിമെന്റൽ റിസർച്ച് വല്ലതും ആയിരിക്കും. ആ റിസർച്ചിൽ എന്താണ് ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. കൺക്ലൂഷൻ ഏറ്റവും അവസാനത്തെയാണ്. ഇത് ഏറ്റവും ആദ്യം നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി കഴിയുമ്പോൾ നമ്മൾ പറയാം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എന്റെ റിസൾട്ട് ഇങ്ങനെ വരും എന്ന് ഞാനൊരു ഊഹാഭോഗം അങ്ങ് വെക്കുവാണ്. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ്. An evaluation tool used to document students' learning through series of student-developed artifacts. എന്ന് വെച്ചാൽ ഒരു ഇവാലുവേഷൻ ടൂൾ, ഇവിടെ ഇപ്പം 4 ഇവാലുവേഷൻ ടൂളുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് ടൂളിലാണ് നമ്മുടെ കുട്ടികളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഇല്ല അവരുണ്ടാക്കിയ ആർട്ടിഫാക്ട്സ്, പല അസൈൻമെന്റ് ആകാം, മോഡൽ ആകാം, എന്തും ആയിക്കോട്ടെ, അവരുണ്ടാക്കിയ സംഭവങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് പേരാ പറയുന്നത്? വെരി ഗുഡ് ഫാത്തിമ. എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വർഷം നമ്മൾ ചെയ്യുന്ന എല്ലാ കുട്ടികളോട് പറയാം ഒരു ഫയൽ എടുത്ത് അതിൽ സൂക്ഷിച്ച് വെച്ചോണം എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ നോക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ പോർട്ട്ഫോളിയോ എന്താ, അവർ ചെയ്തിരിക്കുന്ന ആർട്ടിഫാക്ട്, നമ്മുടെ അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, സെമിനാർ എടുത്തെങ്കിൽ സെമിനാർ റിപ്പോർട്ട്, അങ്ങനെ അവരെന്തൊക്കെ ചെയ്തോ അവരുടെ ഒരു ഫയലിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അവർക്കൊരു ഗ്രേഡോ മാർക്കോ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇവാലുവേഷൻ ടൂളിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ക്രൈറ്റീരിയ വെച്ച് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റൂബ്രിക്സ് ആണ്. ടെസ്റ്റ് എന്താ, അവരുടെ അച്ചീവ് ചെയ്തോ, നമുക്ക് കുഞ്ഞു ടെസ്റ്റ് അവർ നമ്മൾ പഠിപ്പിച്ചത് മനസ്സിലായോ എന്നറിയാൻ ടെസ്റ്റ് നടത്തുന്നു. റേറ്റിംഗ് സ്കെയിലോ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി അവർക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി നമ്മൾ റേറ്റിംഗ് സ്കെയിൽ നടത്തുന്നത്. ഓക്കെ. മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ എൻഷുവേഴ്സ് കോംപ്രഹെൻഷൻ ആണോ, ഡിസ്ക്രിമിനേഷൻ ആണോ, സബ്ജക്ടിവിറ്റി ആണോ, ഒബ്ജക്ടിവിറ്റി ആണോ? മാർക്കിംഗ് സ്കീം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ നമ്മൾ മാർക്കിംഗ് സ്കീം ഉപയോഗിക്കാറുണ്ട്. അവർ എന്ത് കാണിക്കാനാണ് മാർക്കിംഗ് സ്കീം നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ ഓക്കെ, ഹൈറുനിസ കറക്റ്റ് ആൻസർ ആണ്.
ഓക്കെ, വെരി ഗുഡ്. ഒബ്ജക്ടിവിറ്റി കാണിക്കാനാണ് നമ്മൾ മാർക്കിംഗ് സ്കീം പോയി. മാർക്കിംഗ് സ്കീം ആണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് നമ്മൾ കൂടുതലും എന്താ പറയുക, ഡയഗ്നോസിസ് ടെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ അതിനൊരു സിംഗിൾ ഉത്തരവല്ലേ കാണത്തുള്ളൂ. ചെറിയ മാർക്കിനല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു പേര്, ഓതറിന്റെ പേരെന്തോ, അപ്പൊ ആ ഓതറിന്റെ പേര് എഴുതിയ ഒരു മാർക്ക്, അത് നമ്മൾ അവിടെ അങ്ങനെ എഴുതി വെക്കാൻ എളുപ്പമാണ്. അപ്പൊ അല്ലാതെ ഇപ്പൊ പല വലിയ എസ്എ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ മാർക്കിംഗ് സ്കീം ആയിട്ട് ഫോളോ ചെയ്തില്ല. അത് ബ്ലൂ പ്രിന്റിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. മാർക്കിംഗ് സ്കീം എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നത് ഇന്ന ക്വസ്റ്റ്യൻ ഒരു മാർക്ക്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും അതൊരു ഒബ്ജക്ടിവിറ്റി കാണിക്കും. ഇന്നത് എഴുതിയ ഉറപ്പായിട്ട് ഇത്ര മാർക്ക് കിട്ടും. ഓക്കെ, അത് നമുക്കിനെ ക്ലിയർ കട്ടായിട്ട് എഴുതാം. അപ്പൊ അവിടെ എന്താ ഒരു സബ്ജക്ടിവിറ്റിയും വരുന്നത്. സബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ പറയുമ്പോൾ ഇതും ശരിയാ അതും ശരിയാ. പക്ഷെ മാർക്കിംഗ് സ്കീമിൽ അങ്ങനല്ല. ഈ ക്വസ്റ്റിന് ഇന്ന ഉത്തരം അത് വ്യക്തമായിട്ട് ഈ ഉത്തരം എഴുതിയ ഒരു മാർക്ക് കിട്ടിയിരിക്കും. മാർക്കിംഗ് സ്കീം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്ടിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കിംഗ് സ്കീം ഉപയോഗിക്കുന്നത്. Multi-sensory approach will be mostly suited to. മൾട്ടി-സെൻസറി അപ്രോച്ച് ഈ പറഞ്ഞിട്ടുള്ള ആർക്കായിരിക്കും ഏറ്റവും നല്ലത്? വിഷ്വലി ഇംപയർഡ് ആണോ, ഹിയറിംഗ് ഇംപയർഡിനാണോ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കാണോ, മെന്റലി ചലഞ്ചഡിനാണോ? ആർക്കായിരിക്കും? മൾട്ടി സെൻസറി അപ്രോച്ച്. മൾട്ടി സെൻസറി എന്ന് വെച്ചാൽ സ്മാർട്ട് ക്ലാസ് ഉപയോഗിക്കുന്നു, ടീച്ചർ പറയുന്നു, അതുകൂടാതെ എന്തെങ്കിലും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആർക്കായിരിക്കും? വെരി ഗുഡ് ഫാത്തിമ, വെരി ഗുഡ് മെഹറിൻ, ഓക്കെ, വെരി ഗുഡ് സജ്ന. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ തന്നെയാണ്. വെരി ഗുഡ്. എന്താണ് ലേണിംഗ് ഡിസേബിൾഡ് ഉള്ളത്? ഇപ്പൊ വിഷ്വലി ഇമ്പയർ, അവരുടെ മുന്നിൽ ഞാൻ സ്മാർട്ട് ക്ലാസ് വെച്ചിട്ട് അവർക്ക് ഒന്നുകൂടെ വിഷമമാകത്തില്ല, അവർക്ക് കാണാൻ പറ്റില്ല. ഹിയറിംഗ് ഇമ്പയർഡ്, അവർക്ക് അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, മെന്റലി ചലഞ്ച്ഡ്, അവർക്ക് ഇത് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല, അവർക്ക് അത് എല്ലാവർക്കും ഉള്ളത് അവർക്ക് ഇഷ്ടപ്പെടണം, അവർക്ക് പ്രത്യേകം എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ ലേണിംഗ് ഡിസേബിൾഡ് ഉള്ളവർക്ക് എന്താ കുറച്ചൊരു എയ്ഡ് ആയിട്ട് തോന്നും ഈ പറഞ്ഞിട്ടുള്ള മൾട്ടി സെൻസറി. അവർക്കിപ്പം പറഞ്ഞിട്ട് മനസ്സിലായില്ല, അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി മനസ്സിലായി, അവിടെ വേറെ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി. അപ്പൊ ലേണിംഗ് ഡിസേബിൾഡ് ആണ് മൾട്ടി സെൻസറി അപ്രോച്ച് നല്ലത്. ബ്രിഡ്ജസ് ചാർട്ട് ഡെപ്പിക്സ്. ബ്രിഡ്ജിന്റെ ചാർട്ട്, ഇതൊരു ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചാർട്ട് എന്താണ് കാണിക്കാൻ ഉപയോഗിക്കുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ, മോറൽ ഡെവലപ്മെന്റ് ആണോ, ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണോ, എന്താണ്? വെരി ഗുഡ്. ഇമോഷണൽ ഡെവലപ്മെന്റ്. ബ്രിഡ്ജസ് ചാർട്ട് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഡിസ്ട്രസ് ആണോ, ഇത്ര പ്രായത്തിൽ എന്തായിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഇമോഷൻ ആയിരിക്കും. ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അവർക്ക് ഫിയറും ജോയും എല്ലാം കൂടെ വരും. പിന്നെ അവർക്ക് ജോയ് വരും, ഫിയർ വരും, അല്ലെ? രണ്ട് രീതിയിലുള്ള പോസിറ്റീവ് ഇമോഷനും നെഗറ്റീവ് ഇമോഷനും ഒക്കെ വരുമെന്ന് ചാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബ്രിഡ്ജസ്. അപ്പം ബ്രിഡ്ജസിന്റെ ചാർട്ട് എന്ത് കാണിക്കാനാണ്? ഇമോഷണൽ ഡെവലപ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Who emphasize the biological basis of language acquisition? ലാംഗ്വേജ് അക്വിസിഷൻ. ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഇത്ര വയസ്സാകുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്നു. അത് നടക്കാൻ വേണ്ടി ഉള്ളിൽ തന്നെ ഒരു ബയോളജിക്കൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കി ആണോ, BF സ്കിന്നർ ആണോ, എറിക് എറിക്സൺ ആണോ, ഇവാൻ പി പാവ്ലോവ് ആണോ? ആരാണ്? പറയൂ. വെരി ഗുഡ് ഉമ്മു സൽമ, വെരി ഗുഡ്. നോം ചോംസ്കി ആണ് പറഞ്ഞിട്ടുണ്ട്. നോം ചോംസ്കി ആണ് എന്ത് പറഞ്ഞു? ലാഡ് ഉണ്ടെന്ന് പറഞ്ഞു, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞത് നോം ചോംസ്കി ആണ്. എല്ലാവരും എന്താ നമ്മളെ ഗ്രാമർ ഒന്നും ആരും പഠിപ്പിച്ചില്ലെങ്കിലും ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അമ്മേ ഒരു ഗ്ലാസ് ചായ തായോ എന്ന് നമ്മൾ പറയും. അതിന് നമ്മൾ ആരും ഈ അമ്മ കഴിഞ്ഞിട്ടാണ് ഒരു ഗ്ലാസ് ചായ എന്ന് നമുക്ക് ആരും പറഞ്ഞു തരണ്ട, നമ്മൾ അറിയാതെ തന്നെ അത് പറഞ്ഞോളും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ആണെന്നിരിക്കട്ടെ, ഹിന്ദി ആണെന്നിരിക്കട്ടെ, പോയി പഠിക്കുമല്ലേ റൂളൊക്കെ, ഇങ്ങനെയാണ് കർത്താവ് കർമ്മം എന്നൊക്കെ നമ്മൾ പഠിക്കുമല്ലേ. പക്ഷെ ഇതൊന്നും അറിയാതെ തന്നെ നമ്മൾ ഇച്ചിരി ഒരു പ്രായമാകുമ്പോഴേ സംസാരിച്ച് തുടങ്ങുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ കുറച്ച് യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. ഇല്ലെങ്കിൽ ലാഡും ചോദിക്കാം കേട്ടോ. LAD എന്റെ ഫുൾ ഫോം എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. Oedipus complex and Electra complex are found in children at often early childhood. This was discussed by Oedipus complex, Electra complex ഒരു പർട്ടിക്കുലർ എന്താണ് സെക്ഷൽ ഡ്രൈവില് സെക്ഷൽ ഏജിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. സൈക്കോസെക്ഷൽ ഡ്രൈവ്സ്, സൈക്കോസെക്ഷൽ ഏജ് സ്റ്റേജിനെ കുറിച്ചൊക്കെ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആരാ? ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സിനെ ഒക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ആ സ്റ്റേജ് ശരിയാണ്, ഫാലിക് സ്റ്റേജിലാണ്. വെരി ഗുഡ് ഹൈർമുസ. ഇതിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഫ്രോയിഡ് ആണ്. ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫാലിക് സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, ലാറ്റൻ സ്റ്റേജ്, ജെനേറ്റൽ സ്റ്റേജ്, ഇങ്ങനെയുള്ള സൈക്കോ സെക്ഷൽ
ഡ്രൈവിലെ സൈക്കോസെക്ച്വൽ സ്റ്റേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെ എന്താണ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു. കണ്ടീഷനിങ് ആണോ, ഇൻറ്റ്യൂട്ടീവ് ലേണിംഗ് ആണോ, ഇൻസൈറ്റ് ലേണിംഗ് ആണോ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആണോ? എന്താണ് അതിലുള്ളത്? പറയൂ. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ജനറലൈസേഷൻ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ അകത്ത് വരുന്ന സംഭവമാണ്. അവിടെ എന്താണുള്ളത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ ജനറലൈസേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ അത് ഏതാണ്? യെസ്, വെരി ഗുഡ്. എയിലാണ് വരുന്നത് നമ്മുടെ കണ്ടീഷനിങ്. ആരുടെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? നമ്മുടെ പാവ്ലോവ് കൊണ്ടുവന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നുണ്ട്. ജനറലൈസേഷൻ പിന്നെന്താണ്? ഇപ്പൊ ജനറലായി ബെല്ലടിച്ചാലും ആഹാരം വന്നാലും, രണ്ട് വന്നാലും സലൈവേറ്റ് ചെയ്യും. എന്ത് ബെല്ലടിച്ചാലും ആഹാരം കിട്ടും, ആഹാരം വന്നാലും ആഹാരം കിട്ടും എന്ന് ആർക്ക് മനസ്സിലായി? ഡോഗിന് മനസ്സിലായി. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ഒരു സ്റ്റേജിൽ പിന്നെ ബെല്ല് വേറെയാണ്, ബെല്ല് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഫുഡ് തന്നെ വരണം കഴിക്കാൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റിമുലസ്. രണ്ട് സ്റ്റിമുലസ് പക്ഷെ ബെല്ലടിച്ച് തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പം മനസ്സിലായി, ബെല്ലടിച്ച് ഫുഡ് വരും, പക്ഷെ ബെല്ലിനെ കഴിക്കാൻ പറ്റില്ല, ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ക്ലാസിക്കൽ കണ്ടീഷനും വഴി പാവ്ലോവ് ആണ്. എറിക്സൺ ഡിസ്ക്രൈബ് ദി സ്റ്റേജ് ആസ് ആൻ എൻട്രി ടു ലൈഫ്. എറിക്സൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എറിക്സൺ ഇൻ ദി സ്റ്റേജ് ഓഫ് 6 to 12 years, അപ്പോൾ 6 മുതൽ 12 വയസ്സുള്ള കുട്ടികളിൽ ദേ ബിഗിൻ ടു ലേൺ വേരിയസ് സ്കിൽസ് വാല്യൂഡ് ബൈ സൊസൈറ്റി. ഈ ഒരു സ്റ്റേജിൽ അവർ സൊസൈറ്റിയുടെ കുറെ കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്ത് തുടങ്ങുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആണ്. അപ്പം എറിക്സൺ കൊണ്ടുവന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജുകളിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏത് സ്റ്റേജിലാണ് ഉള്ളത്? ഓട്ടോണമി വേഴ്സസ് ഡൗട്ട് ആണോ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ആണോ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണോ? ഇതൊന്നും അല്ലേ. ഏതാണ്? വെരി ഗുഡ് സജ്ന. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? അഡോലസൻസിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ഉണ്ട്. 12 വയസ്സേ ആയുള്ളൂ. 12 കഴിഞ്ഞിരുന്നെങ്കിൽ അഡോലസെന്റ് ആയേനെ. അപ്പോൾ എന്താ? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലോട്ട് എത്തിയേനെ. പക്ഷെ ഇവിടെ അതിന് തൊട്ട് മുന്നേ ആ സമയത്ത് ഇവർ കളിച്ചൊക്കെ നടക്കും, കുറെ കാര്യങ്ങൾ സൈക്കിളോട്ട് പഠിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലേ. നമ്മൾ ആ വെക്കേഷൻസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അപ്പുറത്തിപ്പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകും. ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയർ, സൊസൈറ്റിയോടൊക്കെ നല്ലോണം കണക്റ്റഡ് ആകുന്ന ഒരു ഏജ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പല ആൾക്കാരുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുവാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാരൊക്കെ നല്ലോണം എല്ലാം ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് അത്രക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നും കൂടെ ചിന്ത വരുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്റ്റേജ് ആണിത്. ആൻസർ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. Which of the following is not an appropriate tool for formative assessment? ഫോർമേറ്റീവ് അസസ്മെന്റിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഒരു ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയൂ. ഫോർമേറ്റീവ് അസസ്മെന്റിന് ഇതിന്റെ അകത്ത് ഏതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലാത്തത്? ഏതാണ്? ടേം എക്സാം ആണ്. വെരി ഗുഡ്, ടേം എക്സാം ആണ്. എന്തുകൊണ്ടാണ് ടേം എക്സാം? സമ്മേറ്റീവ് അസസ്മെന്റ്, ഒരു ടേം എൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ടേം എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അത് സമ്മേറ്റീവ് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ്. ലേണിംഗ് എന്താണ്? ലേണിംഗിന്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ, എ ചേഞ്ച് ഇൻ ബിഹേവിയർ. പിന്നെന്താണ്? A change in behavior, an observable change in behavior resulting from experience in the environment, a relatively permanent acquisition of information. ഏതാണ് ലേണിംഗിന്റെ ഡെഫിനിഷൻ? ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്, എല്ലാവരും നല്ലോണം തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആൻ ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ് ഇൻ എൻവയോൺമെന്റിനുള്ള എക്സ്പീരിയൻസ് വഴി ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേണിംഗ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലേണിംഗ് പറയുന്നത്. The trait approach to personality assumes that people are motivated by unconscious emotional conflict. Each individual has stable personality characteristics. പിന്നെന്താണ്?
People thoughts and beliefs are central to personality. People have an innate tendency to become self-actualized. അപ്പൊ ഈ ട്രേറ്റ് അപ്രോച്ച് എന്താണ് ഇതിൽ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രേറ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് ആൽപോർട്ട് ആണ്. എന്താണ് ഈ പറയുന്നത്? People's അതെ. അപ്പൊ എന്താണ്? പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ എന്താണ്? പീപ്പിളുടെ ട്രേറ്റ് അവരുടെ അൺകോൺഷ്യസ് ഇമോഷണൽ കോൺഫ്ലിക്ട്. നമ്മൾ ട്രേറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഈ കാർഡിനൽ ട്രേറ്റ് ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താ കാണിക്കുന്നത്? അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ചില സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ആൽപോർട്ടാണ് മെയിൻ ആയിട്ടും ട്രേറ്റ് അപ്രോച്ചിലെ ട്രേറ്റ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആൽപോർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അൺകോൺഷ്യസ് ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കാരണമാണ് നമ്മൾ അറിയാതെ നമ്മൾ എന്തിനാണെന്നറിയത്തില്ല എപ്പോഴും ഒരു ഹാബിച്വൽ ആക്ഷൻ നമുക്ക് വരുന്നു. ഇല്ലെങ്കിൽ ചില സെക്കൻഡറി ട്രേറ്റുകൾ, ഇങ്ങനത്തെ ട്രേറ്റുകളൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ വരുന്നത് എന്തുകൊണ്ടാണ്? അറിയാതെ നമ്മളെ വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ കൊണ്ടാണ്. സൈമൾട്ടേനിയസ് ഫോക്കസിങ് ഓൺ 2 സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഈസ് അതർവൈസ് നോൺ ആസ്. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ തന്നെ നമ്മൾ ചെയ്യുവാണ്. സൈമൾട്ടേനിയസ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയാവോ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയാവോ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയാവോ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയാവോ? പിന്നെ നമുക്ക് എന്തെന്ന് പറയാം? അതെ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. രണ്ട് സൈഡിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ അറ്റൻഷൻ. ഒരിടത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് ഒരേ സമയം രണ്ടും നടക്കും. അപ്പൊ അവിടെ ഷിഫ്റ്റിംഗ് അല്ല. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിനെ കുറിച്ച് അതിന്റെ സമയമൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഡിസ്ട്രാക്റ്റഡും ആയില്ല. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ഒരേ സമയം ചെയ്യുന്നതാണെങ്കിൽ അറ്റൻഷൻ എന്തെടുക്കുക? രണ്ടിലോട്ട് നമ്മൾ ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഇസ് എ സീക്വൻസ് ഓഫ്. ഗ്രോത്തിന്റെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഗ്രോത്ത് സെഫാലോ കോഡിക് പ്രോക്സിമോ ഡിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രോത്തിന്റെ ഇത് കാണാറുണ്ട്. അപ്പൊ ഇത് ഏതി വരും? പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഇസ് എ സീക്വൻസ് ഓഫ് ഗ്രോത്തിന്റെ കാര്യമാണ്, ഫിസിക്കൽ ഗ്രോത്ത്. അപ്പൊ അതെന്തായിരിക്കും? യെസ്, വെരി ഗുഡ്. ഫിസിക്കൽ ആൻഡ് മോട്ടർ ഡെവലപ്മെന്റ്. അതാണ് എന്താ പറഞ്ഞ സൈഡിൽ നിന്ന്, കൈകളിൽ നിന്ന് നമ്മുടെ ഒരു സെന്ററിലോട്ട് വരുന്ന ഒരു ഗ്രോത്ത്. ആ ഒരു ബോഡിയുടെ ഡിവിഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സീക്വൻസ് തന്നെ ഉണ്ടായത്. അപ്പൊ അതിൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഫിസിക്കൽ മോട്ടർ ഡെവലപ്മെന്റ്. കൈകളുടെ സ്വാധീനം കൂടുന്നു, പിന്നെ ഉള്ളോട്ട് വരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എറർ അനാലിസിസ് ഇസ് എ പ്രൊസീജിയർ ടു. എറർ അനാലിസിസ് ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? ഇത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴാണ് എറർ അനാലിസിസ് നടത്തുന്നത്. അത് ഇറ്റ്സ് എ പ്രൊസീജിയർ ടു എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണോ, അതോ ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വെയർ ദ ചൈൽഡ് മേക്സ് എ മിസ്റ്റേക്ക്, എവിടാണ് കുട്ടി തെറ്റ് വരുത്തിയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണോ എറർ അനാലിസിസ്, അതോ ഐഡന്റിഫൈ ദ പ്രോബ്ലം ഓഫ് ടീച്ചറിന്റെ കുറ്റം കണ്ടുപിടിക്കൽ, കുഴപ്പം കണ്ടുപിടിക്കാനാണോ നമ്മൾ എറർ അനാലിസിസ് നടത്തുന്നത്, അതോ സിലബസ് അനലൈസ് ചെയ്യാനാണോ നമ്മൾ എറർ അനാലിസിസ് നടത്തുന്നത്? എന്തിനാണ് നമ്മൾ എറർ അനാലിസിസ് നടത്തുന്നത്? എന്തിനായിരിക്കും നമ്മൾ എറർ അനാലിസിസ് നടത്തുന്നത്? യെസ്, വെരി ഗുഡ് ഹയർനിസ. എറർ അനാലിസിസ് നമ്മൾ നടത്തുന്നത് ചൈൽഡിന്റെ മിസ്റ്റേക്ക് എവിടാണ് കുട്ടിക്ക് എറർ സംഭവിച്ചത് അത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന കുറെ കുട്ടികൾ തെറ്റുപറ്റി, അപ്പൊ അതിന് റെമഡിയൽ ടീച്ചിങ്ങിൽ ഒരു കുട്ടി തെറ്റുപറ്റി ആ കുട്ടിയെ വിളിച്ചിട്ട് റെമഡിയൽ ടീച്ചിങ് കൊടുക്കാൻ വേണ്ടി. അല്ലെ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അനാലിസിസ് ഒന്നും വേണ്ട, ജസ്റ്റ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ടീച്ചറുമായിട്ട് എറർ അനാലിസിസിന് ബന്ധമൊന്നുമില്ല. ടീച്ചറിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ വേറെ ടെസ്റ്റ് നമുക്ക് പിയർ ടീച്ചിങ്ങോ പിയർ ഇവാലുവേഷനോ ഒക്കെ വെച്ചൊക്കെ ചെയ്യാം. പിന്നെ സിലബസ് അനലൈസ് ചെയ്യാൻ എറർ ഒന്നും കണ്ടുപിടിക്കണം, സിലബസ് നോക്കിയാൽ മതിയല്ലോ. അപ്പം എറർ അനാലിസിസ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് കുട്ടിക്ക് എവിടെയാണ് കുഴപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രൊസീജിയർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് സൈക്കോളജി? സൈക്കോളജി പഠിക്കാനുള്ള ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഇൻട്രോസ്പെക്ഷൻ ആണോ, ഒബ്സർവേഷൻ ആണോ, ഇന്റർവ്യൂ ആണോ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണോ? ഏതാണ്?
വെരി ഗുഡ്. ഡി, ഫാത്തിമ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാര്യം എന്നിട്ട് ഇൻട്രോസ്പെക്ഷൻ വെച്ചാൽ നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ തന്നെ ആലോചിച്ച കണ്ടുപിടിക്കുക. അവിടെ എപ്പോഴും ഉറപ്പായിട്ട് എന്ത് വരും? സബ്ജക്റ്റിവിറ്റി വരും. സബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള ഒരു ചായ്വുകൾ, എന്റെ ഒരു ബയസുകൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ കുട്ടി ചെയ്തത് ശരിയല്ല എന്ന് എനിക്ക് തോന്നത്തുള്ളൂ. ഒബ്സർവേഷൻ, ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ കാണുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്റെ ഇഷ്ടങ്ങൾ, എന്റെ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. പിന്നെ ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ എന്റെ മനസ്സിൽ അനലൈസ് ചെയ്യുമ്പോൾ എന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, അയാൾ അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അയാൾ നല്ല വ്യക്തിയല്ല, ഭയങ്കര ജാടയാന്നൊക്കെ നമുക്ക് ഉള്ളൊരു ചിന്ത, ആ ടൈപ്പ് ഓഫ് തിങ്കിങ് ഒക്കെ വരും ഇന്റർവ്യൂവിലാകുമ്പോൾ. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെയൊന്നുമില്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. അതുവഴി നമ്മൾ എത്തുന്ന റിസൾട്ട് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അത് ആരുടെയും ചിന്തകളിലോ ബയസുകളിലോ ഒന്നും പെട്ടുപോകത്തില്ല. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, സൈക്കോളജി പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ്. Sri Buddha is known for his non-violence in history. According to Alport's theory of personality, these characteristics can be explained as. ആൽപോർട്ട് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി തിയറിയിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആൽപോർട്ട് കുറച്ച് ട്രീറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൽപോർട്ടിന്റെ ഏത് തിയറിയിലായിരിക്കും? ശ്രീബുദ്ധ ഇസ് നോൺ ഫോർ ഹിസ് നോൺ വയലൻസ്, ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര തെള്ളി നിൽക്കുന്ന ശ്രീബുദ്ധയുടെ ഒരു ക്വാളിറ്റി, ഒരു ട്രേറ്റ് ആണ് എന്ത്? നോൺ വയലൻസ്. അപ്പൊ ഇത് ഏത് ട്രേറ്റ് ആയിട്ട് വരും ആൽപോർട്ടിനനുസരിച്ച്? ശ്രീബുദ്ധയുടെ ഏത് ട്രേറ്റ് ആയിട്ട് വരും? യെസ് റൈറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്, ഡേ ആണ്. കാർഡിനൽ ട്രേറ്റ് ആണ് കൂടുതലും കാണപ്പെടുന്നത്, ഡൊമിനന്റ് ആയിട്ട് തള്ളി നിൽക്കുന്ന ഒരു ട്രേറ്റ്. ഇപ്പൊ സാധാരണ ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രവൃത്തി എപ്പോഴും ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ കൈ ചിലപ്പോൾ ചൊറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എപ്പോഴും ചെയ്യുന്നു. ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അത് ചെയ്യുന്നു. അപ്പൊ ആ വ്യക്തിയെ നമ്മുടെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്വഭാവമായിരിക്കും വരുന്നത്. അപ്പൊ അത് ആ വ്യക്തിയുടെ എന്താണ്? കാർഡിനൽ ട്രേറ്റ് ആണ്. ഓക്കെ, കാർഡിനൽ ട്രേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെൻട്രൽ ട്രേറ്റ്, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കും. സെക്കൻഡറി ട്രേറ്റ് വല്ലപ്പോഴും കാണിക്കുന്ന ട്രേറ്റ്. ഈ 3 ട്രേറ്റുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് ആൽപോർട്ട് ആണ്. The grading system that is followed at a lower primary level in Kerala. The grading system that is followed at a lower primary level in Kerala. ഏതാണ് ലോവർ പ്രൈമറിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ഡയറക്റ്റ് ഗ്രേഡിംഗ് നമ്മുടെ ഗ്രേഡിംഗ് വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ABC, നമ്മൾ അങ്ങനെ മാർക്ക് ഒന്നും വിചാരിക്കും, നല്ലോണം എഴുതി, ഏറ്റവും നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിയപ്പോൾ നമ്മൾ A ഇട്ട് കൊടുക്കും. അതാണ് ഡയറക്റ്റ് ഗ്രേഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതിന്റെ അകത്ത് മാർക്കില്ല. പക്ഷേ എങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് അങ്ങനല്ല. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പോലെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 90-നപ്പുറം വാങ്ങിച്ച A+ കിട്ടുന്നു, 80-നപ്പുറം വാങ്ങിച്ച A കിട്ടുന്നു. ആ ഒരു മാർക്കും ഗ്രേഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഗ്രേഡിംഗിൽ അങ്ങനല്ല, ഗ്രേഡ് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കും. ഒരു പോയിന്റിനപ്പുറം നമ്മൾ നല്ലോണം എഴുതുന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? A കൊടുക്കുന്നു, വളരെ മോശമായിട്ട് എഴുതിയ D കൊടുക്കുന്നു, E കൊടുക്കുന്നു. അതൊരു മാർഗമായിട്ട് കണക്ഷൻ ഇല്ല. ഇൻഡയറക്റ്റില് മാർഗമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇൻഡയറക്റ്റിന്റെ 2 ഡിവിഷനാണ് അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും എന്ന് പറയുന്നത്. അപ്പം അബ്സല്യൂട്ട് ഗ്രേഡിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് പറഞ്ഞ പോലെ തന്നെ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 90-നപ്പുറം കിട്ടിയാൽ A+. റിലേറ്റീവ് ഗ്രേഡിംഗ് അങ്ങനെയല്ല, റാങ്ക് നിശ്ചയിക്കുന്നത് പെർസെന്റൈലൊക്കെ വെച്ച് റാങ്ക് നിശ്ചയിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ കേസ് വരുന്നത് 10ലെ കാര്യമൊക്കെ പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. റിലേറ്റീവ് ഗ്രേഡിംഗ് നെറ്റ് എക്സാം ഒക്കെ ഇല്ല, അത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആര് വാങ്ങിച്ചോ അത് വെച്ചിട്ട് നമ്മൾ റാങ്ക് ഇത് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ കട്ട് ഓഫ് ഒക്കെ വരുന്നതാണോ മിസ് റിലേറ്റീവ് ഗ്രേഡിംഗ്? അതെ, നമ്മൾ കട്ട് ഓഫ് ഒക്കെ കട്ട് ഓഫ് തീരുമാനിക്കുന്ന പരീക്ഷ എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചു. പക്ഷെ കേട്ടിട്ട് നമുക്ക് അങ്ങനല്ല, നമ്മൾ നേരത്തെ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഒരു രീതിയിൽ അബ്സൊല്യൂട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, റിലേറ്റീവ് ഗ്രേഡിംഗ് നെറ്റ് പറഞ്ഞ പോലെ PSCയുടെ ഒക്കെ നമുക്ക് റിലേറ്റീവ് എന്ന് പറയാം. നേരത്തെ ഒരു മാർഗില്ല, നടന്ന് കഴിയുമ്പോഴായിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്. നെക്സ്റ്റിലോട്ട് പോകാം. Grading is used
to find the topmost students in an examination, to categorize students in various ability group, to identify strength and weakness of students, all of the above. ഇപ്പൊ എന്തിനാ ഗ്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊണ്ടുവന്ന എന്തിനാണ്? ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനാണോ, അതോ കാറ്റഗറൈസ് ചെയ്യാനാണോ, അതോ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാനാണോ? എന്തിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ. ഇപ്പൊ ടോപ്പ് മോസ്റ്റ് സ്റ്റുഡന്റ് മാർക്ക് ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റില്ലേ? 100 വാങ്ങിച്ച ടോപ്പാണ്. ഇനി പ്രത്യേകിച്ച് ഗ്രേഡ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വീക്കും സ്ട്രെങ്ത്തും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഗ്രേഡിംഗ് വേണ്ട. നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, അത് വെച്ചിട്ട് വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനാണ്? ആ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു 90 എബോവ് കിട്ടിയവരുടെ A+ കിട്ടി, ഒരു നല്ല എക്സലൻസ് ഉള്ള കുട്ടികൾ A കിട്ടി, അവര് കുറച്ചും കൂടെ ഇതാണ്, പക്ഷെ എങ്കിലും അവരും ബെറ്റർ ആണ്. ആ ഒരു രീതി നമ്മൾ അവരെ ഒരു ഗ്രൂപ്പ് ചെയ്ത് നിർത്തണം. A+കാര് Aക്കാര്, ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? കാറ്റഗറൈസ് എന്താ പറയുക, ഗ്രേഡിങ് ഉള്ളത്. Which of the following is not a learning disability? Which of the following is not a learning disability? ഇതിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് ഏതാണ്? ഏതാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത്? യെസ്, ADHD ആണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത്. ബാക്കിയെല്ലാം ഡിസ്മാനി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതൊരു ഡിസബിലിറ്റി ഒന്നുമല്ല, വെറുതെ ഒരു ഓപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്താണ്? അതെന്ന് പറയുന്നത് അത് രണ്ടും ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ADHD, അത് സോഷ്യൽ ഇഷ്യൂ കാരണമുള്ള ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടി. അവിടെ ലേണിംഗ് ഡിസബിലിറ്റി അല്ല, ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓട്ടിസം അതിൽ വരുന്നതാണോ? ഓട്ടിസവും അതിൽ വരുന്നത്. ഓട്ടിസവും ADHDയും ഈ സോഷ്യൽ ഇഷ്യൂ ആണ്. പഠിക്കാൻ പറ്റാഴികല്ല, അവർക്ക് ഒരാൾക്ക് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയി പോകുന്നു, അല്ലെ ഭയങ്കരമായിട്ട് ഇറങ്ങി നടക്കുന്നെങ്കിൽ മറ്റേ ആള് എന്താണ് ഓട്ടിസത്തില് സൊസൈറ്റിയോട് ഇടപഴകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട്, ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം സൊസൈറ്റി ആണ് അവരുടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്, സോഷ്യൽ ഇഷ്യൂസ് ആണ് വരുന്നത്. അപ്പൊ അത് രണ്ട് ലേണിംഗ് ഡിസബിലിറ്റി അല്ല. ADHDയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടിസവും സോഷ്യൽ ഇഷ്യൂസ് ആണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഈ ADHDയുടെ ഫുൾ ഫോമും കൂടെ നോക്കിയേക്കണം, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വി ക്യാൻ ഇംപ്രൂവ് അവർ ലേണിംഗ് ആൻഡ് മെമ്മറി ബൈ ദ സ്ട്രാറ്റജി. ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലേണിംഗും മെമ്മറിയും കൂട്ടാൻ പറ്റും? ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും അതിൽ ഏറ്റവും എഫക്റ്റീവ്? റൈറ്റിംഗ് ആണോ, ന്യൂമോണിക്സ് ആണോ, റീഡിംഗ് ആണോ, കമ്പൈൻഡ് സ്റ്റഡി ആണോ? ഏതായിരിക്കും? ഏതായിരിക്കും? ഏത് നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാനൊക്കെ? യെസ്, ബി, മെഹറിൻ, കറക്റ്റ്. ഹെർനുസ, കറക്റ്റ്. ന്യൂമോണിക്സ് ആണ്. ന്യൂമോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, കുറച്ച് കോഡ് വഴി ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ വെച്ച് ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പൊ അതെന്താ, ആ കോഡ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ഷൻ വേണം, ആ കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാൻ പറ്റും. എഴുതി പഠിക്കുന്നതൊക്കെ പഠിക്കാം, പക്ഷെ അത് നമുക്ക് വളരെ ടൈം എടുക്കും. അതുപോലെ തന്നെ എന്താണ്, അത്ര ഓർത്തിരിക്കാൻ പറ്റണം, ഓർക്കും, പക്ഷെ സ്റ്റിൽ കുറെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. കമ്പൈൻ സ്റ്റഡി അതൊക്കെ ഓരോരുത്തർക്കും ഓരോ, പക്ഷെ ന്യൂമോണിക്സ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കോഡാക്കി പഠിക്കുമ്പോൾ ആ കോഡ് പഠിച്ച് അതുവഴി കണക്ട് ചെയ്യാം. അപ്പൊ കോഡുകൾ പഠിച്ചു വെച്ച് നമുക്ക് പോകാൻ പറ്റും. PSCയിലൊക്കെ കണ്ടില്ല, അങ്ങനെ കോഡായിട്ട് പഠിക്കുമ്പോൾ ഇച്ചിരി ഓർത്തിരിക്കാൻ പറ്റും. മെമ്മറിക്ക് സഹായിക്കുന്ന ഒരു, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സഹായിക്കുന്ന ഒരു വേ എന്ന് പറയുന്നത് ന്യൂമോണിക്സ് ആണ്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്ഡ് നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ? NCF ആരാണ് കൊണ്ടുവന്നത്? ആരാണ് NCF കൊണ്ടുവന്നത്? യെസ്, ആരാണ് NCF കൊണ്ടുവന്നത്? അത് NCERT ആണ്. NCF കൊണ്ടുവന്നത് NCERT ആണ്. വെരി ഗുഡ്. വിച്ച് ഡിഫൻസ് മെക്കാനിസം ഇസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ്? നമ്മൾ ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസം തന്നെ, ഇതിൽ ഏതാണ് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? യെസ്, സബ്ലിമേഷൻ ആണ് ക്രിയേറ്റീവ് ആയിട്ട്. എന്തുകൊണ്ടാണ് സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ, എനിക്ക് സൊസൈറ്റിയിൽ
ഞാനെന്ന സെൽഫിന് പറ്റാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഞാൻ കണ്ടെത്തുന്ന മറ്റ് വഴികളെയാണ് സബ്ലിമേഷൻ. എനിക്ക് ഇപ്പം എന്താ എനിക്ക് എല്ലാവരും ഭയങ്കര ദേഷ്യം. എനിക്ക് പക്ഷെ അയാളെ പൊതുവേദിയിൽ പോയി തല്ലാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് എന്താണ് അയാളോടുള്ള ദേഷ്യം വീഡിയോ ഗെയിം കളിച്ചങ്ങ് തീർക്കുകയാണ്. ഞാൻ അവനെ തോപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ഞാനിപ്പോ എന്റെ അപ്പുറത്തുള്ള കാറ് അത് അവനാണെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുവാണ്. അപ്പൊ എന്താ വേറൊരു വഴി, ഞാൻ വേറെ ഒരു വീഡിയോ ഗെയിം ഞാൻ ചൂസ് ചെയ്തത്. അവിടെ ആരും എന്നെ വഴക്കം പറയത്തില്ല. അവർ നോക്കുമ്പോൾ ഞാൻ വീഡിയോ ഗെയിം കളിക്കുക. അപ്പൊ എന്താണ് എനിക്കുള്ള ഒരു സംഭവം ഞാൻ എന്തെടുത്തു, വേറെ ഇത് ആർക്കും കേടില്ലാത്തൊരു രീതിയിൽ എന്റെ ആഗ്രഹം, എന്റെ അഭിലാഷം ഞാൻ സാധിച്ചെടുക്കുന്നുവെങ്കിൽ അതിന് ഞാൻ എന്തെന്ന് പറയാം, സബ്ലിമേഷൻ. ഇപ്പം നമ്മുടെ കവിതകൾ, കഥ, ഇപ്പം എനിക്ക് നേടാൻ പറ്റാത്ത പ്രണയം, അതിനെക്കുറിച്ച് അത് നടന്ന രീതി എനിക്ക് എഴുതാമല്ലോ. അപ്പൊ ആർക്കും അവിടെ ചെയ്തില്ലല്ലോ. അപ്പൊ അതെന്താണ്, അത് സബ്ലിമേഷൻ ആണ്. അപ്പൊ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് റിയൽ ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും, പക്ഷേ എങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് വേൾഡിൽ പ്രോബ്ലം ഉണ്ടാകാത്ത രീതി നമ്മൾ അത് ഓർത്തങ്ങ് സന്തോഷിക്കുന്നു, സമാധാനിക്കുന്നു, ചിലപ്പോൾ ചുമ്മാ വഴക്കിടുന്നു. ആ ഒരു രീതി, ആർക്കും കേടില്ലാത്ത രീതി നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വേ ആണ് സബ്ലിമേഷൻ. ഇത് കൊണ്ടുവന്നതും ആരാണ്, നമ്മുടെ ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ സബ്ലിമേഷൻ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഫ്രോയിഡ് സജസ്റ്റ് ചെയ്തത്, ഫ്രോയിഡ് ആണ് ഈ ഉള്ളി പതുങ്ങി കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള വഴികളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു വലിയ വ്യക്തി. ഓക്കെ, സബ്ലിമേഷൻ കൊണ്ടുവന്നത്. കോമ്പൻസേഷൻ അതും ഇതുപോലെയല്ലേ? കോമ്പൻസേഷൻ കോമ്പൻസേഷൻ ഇതുപോലൊക്കെ തന്നെയാണ്. അത് വേറെ, അതെന്ന് പറയാൻ പക്ഷേ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത് ക്രിയേറ്റിവിറ്റി ആയിട്ട് അധികം വലിയ ബന്ധമൊന്നുമില്ല. കോമ്പൻസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ ഡോക്ടർ ആകണമായിരുന്നു. അപ്പൊ ഞാൻ എന്തെടുത്തു, ഞാനിപ്പോ ഡോക്ടർ എനിക്ക് മാർഗൊന്നും കിട്ടിയില്ല, ഞാൻ പോയി നേഴ്സായി. ഇവിടെ എന്ന് പറയുമ്പോൾ മറ്റു ഡോക്ടർ ആകേണ്ടത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കൊണ്ട് എനിക്കത് നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് സന്തോഷം കണ്ടെത്തും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ കുറച്ചുകൂടെ സാമൂഹികപരമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കുറെ തെറ്റുകളില്ലേ. ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഈ കവിത, കഥ, ആ ഒരു രീതി കുറച്ചുകൂടി, അതാണ് ഇത് മാത്രം ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുന്നത്. കോമ്പൻസേഷനിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ആഗ്രഹം തെറ്റാകണമെന്നൊന്നുമില്ല, പക്ഷെ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തിലെങ്കിലും ഒക്കെ നിന്ന് നമ്മൾ അങ്ങ് സമാധാനിക്കും. അതാണ് കോമ്പൻസേഷൻ. ഓക്കെ, സബ്ലിമേഷന് ക്രിയേറ്റിവിറ്റിയുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുണ്ട്. ഏകദേശം രണ്ടും ഒരുപോലൊക്കെ തന്നെ. രണ്ടും ഈ പണ്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്, കോമ്പൻസേഷനും സബ്ലിമേഷനും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് പോവാം. ബാക്കിയുള്ളതൊക്കെ അറിയായിരിക്കുമല്ലോ. റിഗ്രഷൻ എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലെയിമിങ് അതേഴ്സ് എന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പ്രൊജക്ഷൻ ആണ്. ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്താൽ എന്താണ് പ്രൊജക്ഷൻ. തെറ്റിങ്ങനെ എടുത്തു കാണിക്കുക, നീ കാരണം അവന് പരീക്ഷ എന്തോ കൊള്ളാത്ത പേപ്പർ ഇട്ടു, അതുകൊണ്ട് എന്ത് പറ്റി, തെറ്റിപ്പോയി, അതുകൊണ്ട് എന്റെ കുഴപ്പമല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് വേറെ എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്നു നമ്മൾ ഒരു തെറ്റിയിട്ട്. ബ്ലെയിമിങ് എന്ന് കണ്ടാൽ അതെന്താണ്, പ്രൊജക്ഷൻ ആണ്. ബ്ലെയിമിംഗ് എന്ന് കണ്ടാൽ എന്താണ്, അത് പ്രൊജക്ഷൻ ആണ്. റിഗ്രഷൻ എന്ന് കണ്ടാലോ, എന്നുവെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ഏജിലാണ്, പക്ഷെ എങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഏജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ വലിയതായി, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെല്ലുമ്പോഴോ ഇല്ലെങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ അങ്ങനെ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇപ്പോഴും ചെറുപ്പത്തിലാണ്, നമ്മുടെ ബിഹേവിയറും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അതിനെയാണ് റിഗ്രഷൻ. ആ ഒരു കാലഘട്ടത്തിൽ മനസ്സുകൊണ്ട് നിന്നുപോയി, ശരീരം കൊണ്ട് നമ്മൾ വളർന്നു പോയി, അതാണ് റിഗ്രഷൻ. റിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഒക്കെ വേർപെട്ടു പോയി, അത് നമ്മൾ എന്തെടുക്കും, ആ ഒരു വിഷമത്തിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യണം, എന്നും അത് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും, നമ്മുടെ മനസ്സ് തന്നെ ആ പതിയെ വേറെ കാര്യങ്ങളോട്ട് ശ്രദ്ധിച്ച് ഈ കാര്യം മനസ്സിന്റെ താന്നു പോകും. ഓരോ ദിവസം കഴിയും തോറും അത് നമ്മുടെ മനസ്സിപ്പം എന്നും നമുക്ക് ആരെങ്കിലും പോയതോർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അൺകോൺഷ്യസിലോട്ട് താന്നു പോകും ഈ ഓർമ്മകൾ. അതുണ്ട്, പക്ഷെ അങ്ങ് താന്നു പോയി നമ്മൾ മൂവ് ഓൺ ചെയ്യും. അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രസ് ചെയ്ത് കളയുക, എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഇവന്റ്, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം മനസ്സ് തന്നെ റിപ്രസ് ചെയ്ത് താഴോട്ടാക്കി കളയും. അതാണ് റിപ്രഷൻ. ഓക്കെ. After teaching addition of numbers, the teacher introduced multiplication in the class. Here the teacher is assisting the student for, ടീച്ചർ ആദ്യം അഡീഷൻ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് ടീച്ചർ എന്തെടുത്തു, മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചു. അപ്പം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, റിപ്പീറ്റഡ് അഡീഷനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയാണ് മാത്സ് ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്താ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് അഡീഷൻ ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്, നെഗറ്റീവ് ട്രാൻസ്ഫർ ആണോ, സീറോ ട്രാൻസ്ഫർ ആണോ, പോസിറ്റീവ് ട്രാൻസ്ഫർ ആണോ, ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണോ, എന്താണ് ഇവിടെ സംഭവിച്ചത്? യെസ്, വെരി ഗുഡ്. പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. അഡീഷൻ പഠിച്ചുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റി, അല്ലെ? അഡീഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു
നോളജ് വേറൊരു നോളജിന് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ നോളജിന്റെ ഒരു ട്രാൻസ്ഫർ ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ് ഉണ്ടായത്. സൈക്കിൾ ഓട്ടം പഠിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് സ്കൂട്ടർ ഓടിക്കാൻ പറ്റി. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. പ്രത്യേകിച്ച് ഒരു ഗുണം ഒന്നിനെ കൊണ്ട് ഉണ്ടായില്ലെങ്കിൽ 0. നെഗറ്റീവ്, ഇത് പഠിച്ചുകൊണ്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി, ഇത് മറ്റത് പഠിക്കാനും പറ്റുന്നില്ല, അതാണെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ. ഓക്കെ, interacting with the students and influencing them to achieve learning objective is dash role of teacher. ഏത് റോളാണ്? കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ടീച്ചറിന്റെ ഏത് റോളാണ്? ഏത് റോളാണ്? യെസ് യെസ് യെസ്, എല്ലാരും കമന്റ് ചെയ്യൂ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ബി, ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്. എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവർക്ക് ഒരു മോഡലായി നിൽക്കുന്നു. അപ്പൊ അതെന്താണത്? ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്, ടീച്ചറിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്. ഐഡന്റിഫൈ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഫ്രം അമോങ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്താണ്? സ്റ്റിമുലസ് മാറ്റുക, റെസ്പോൺസ് കൂട്ടുക. ഈ പറഞ്ഞതിൽ ഏതാണ് അത്? ടീച്ചർ ഗിവിംഗ് ഇമ്പോസിഷൻ ടു സ്റ്റുഡന്റ് ഹു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ഹോംവർക്ക്. ടീച്ചർ എന്തെടുത്തു? ഹോംവർക്ക് ചെയ്തില്ല, അവൻ ഇമ്പോസിഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ അതൊരു പരിഹാരമാകുമോ? പിന്നെ അടുത്തത്, ടീച്ചർ ഗീവിംഗ് എക്സ്ട്രാ ഹോംവർക്ക് ടു ദോസ് സ്റ്റുഡൻസ് ഹു വെയർ ആബ്സെന്റ് ലാസ്റ്റ് ഡേ. ഇന്നലെ വരാത്തവർക്ക് ഇനി എക്സ്ട്രാ ഹോംവർക്ക് അങ്ങ് കൊടുത്തു. അതെന്തുവാ? നമ്മുടെ കുട്ടി വീണ്ടും പഠിക്കുമോ, അതോ ഹോംവർക്ക് ചെയ്യുമോ? ഈ കാര്യം നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തത്, ആസ് പെർ ടീച്ചേഴ്സ് ഡയറക്ഷൻ ഓൾ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ദർ ഹോംവർക്ക് ടു അവോയ്ഡ് ഇമ്പോസിഷൻ. ഇമ്പോസിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുട്ടികളെല്ലാം തന്നെ ഹോംവർക്ക് ചെയ്തു. അപ്പൊ അതാണോ? അതോ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ഹെഡ് മാസ്റ്റർ ടീച്ചർ സസ്പെൻഡ്സ് ദോസ് സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ഹോംവർക്ക് ചെയ്യാത്തവരെയൊക്കെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വിട്ടു ഹെഡ് മാസ്റ്ററിനെ കൊണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്? നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് വെച്ചാൽ സ്റ്റിമുലസ് മാറുന്നു, പക്ഷെ റെസ്പോൺസ് കൂടുന്നു. എന്തോ ഒരു കാര്യം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം നല്ല ഒരു സ്വഭാവം മുന്നോട്ട് പോകാൻ വേണ്ടി അതിനെ തടച്ചിലായിട്ടുള്ള പ്രശ്നം എടുത്തങ്ങ് മാറ്റി അത് തീരും, നല്ലോണം പഠിച്ചോളും. അപ്പൊ അത് ഏതാണ്? ഏത് ഓപ്ഷനാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് ഓപ്ഷനാണ്? സി. സി. ഏതാണ്? സി ആണ് എന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ടീച്ചർ ഗിവിംഗ് ഇമ്പോസിഷൻ. ടീച്ചർ എന്തെടുക്കും? ഇമ്പോസിഷൻ കൊടുക്കുക. പക്ഷെ എന്നും പറഞ്ഞ് അവൻ നാളെ ചെയ്യണമെന്നില്ല, അല്ലെ? ചിലപ്പം ചെയ്യാതിരിക്കാം. അവിടെ നാളെ നടന്ന കാര്യങ്ങളൊന്നും നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടില്ല. ടീച്ചർ വീണ്ടും ഇമ്പോസിഷൻ കൊടുക്കുമ്പോഴത്തേക്കും എന്താ? ഹോംവർക്ക് കൊണ്ട് ഇമ്പോസിഷൻ ഉണ്ട്, ചിലപ്പോൾ രണ്ടും ചെയ്യാതെ പോർന്നേക്കാം. അപ്പത്തേക്ക് എന്താണ്? ഇതൊരു നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ല, ഒരു പണിഷ്മെന്റ് ആയി മാറി. ഇമ്പോസിഷൻ കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആയി മാറി. ഇവിടെ എന്താണ്? ടീച്ചർ എന്തെടുത്തു? ടീച്ചർ ഹോംവർക്ക് എക്സ്ട്രാ ഹോംവർക്ക് കൊടുത്തു. ഒരു ഹോംവർക്ക് ആബ്സെന്റ് ആയവർക്ക് വീണ്ടും ഹോംവർക്ക് കൊടുത്തു. അപ്പൊ അതും എന്താ? അതൊരു പണിഷ്മെന്റ് പോലെ തന്നെയല്ലേ വീണ്ടും വീണ്ടും ഹോംവർക്ക് കൊടുക്കുന്നത്. അപ്പൊ കുട്ടിക്ക് എന്താ? ചിലപ്പോൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയും കുട്ടി ചെയ്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എല്ലാ കുട്ടികളും ഇമ്പോസിഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി, ഒരു സ്റ്റിമുലസ് ഇമ്പോസിഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി അവരെന്തെടുത്തു? ഹോംവർക്ക് ചെയ്തു. റെസ്പോൺസ് ആയിട്ടുള്ള ഹോംവർക്ക് അവര് ചെയ്തു. എന്ത്? ഒരു സ്റ്റിമുലസ് എടുത്ത് മാറ്റാൻ, ഇമ്പോസിഷൻ എന്നുള്ളൊരു സ്റ്റിമുലസ് വരാതിരിക്കാൻ വേണ്ടി. സ്റ്റിമുലസ് വരാതിരിക്കാൻ വേണ്ടി അവരെന്തെടുത്തു? അവര് ഹോംവർക്ക് ചെയ്യുക എന്നുള്ള റെസ്പോൺസ് അവർ ചെയ്തു. അപ്പൊ ഇതെന്താണ്? ഒരു നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. ആ സ്റ്റിമുലസ് വേണ്ട എന്ന് വെച്ചിട്ട് അവരെന്തായാലും പേടിച്ച് ചെയ്തു. ഇവിടെ പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതാണ്, അവിടെ മൊത്തത്തിൽ പണിഷ്മെന്റ് ആണ്. എന്താ? ഇനി അവര് പഠിക്കത്തേ ഇല്ല, അവര് സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ അതൊക്കെ എന്ന് പറയുന്നത് എന്താ? ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റ്. ഇനി ഒരിക്കലും എന്താ ഈ ഒരു സ്റ്റഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇല്ല ഹോംവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ നടക്കത്തില്ല. ഓക്കെ, ആസ് പെർ ടീച്ചേഴ്സ് ഡയറക്ഷൻ ഓൾ സ്റ്റുഡൻസ് കംപ്ലീറ്റഡ് ദർ ഹോംവർക്ക് ടു അവോയ്ഡ് ഇമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിമുലസ് അവോയ്ഡ് ചെയ്യാൻ, ഒരു നെഗറ്റീവ് സ്റ്റിമുലസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ എന്തെടുത്തു? അവർ ഹോംവർക്ക് ചെയ്തു. അങ്ങനെ ഒരു പോസിറ്റീവ് ബിഹേവിയർ അവർ ചെയ്തു, അവർ കണ്ടിന്യൂ ചെയ്തു. Co-scholastic areas such as performance in sports, arts, music, dance, drama, and other cultural activity and social qualities are assessed in. ഏതിലാണ്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്പോർട്സ്, ആർട്സ്, മ്യൂസിക്, അങ്ങനെ എല്ലാം തന്നെ കൾച്ചറൽ ആക്ടിവിറ്റി, അവരുടെ സോഷ്യൽ ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് യൂണിറ്റ് ആൻഡ് സമ്മേറ്റീവ് ടെസ്റ്റിലാണോ, ഔട്ട്ഡോർ ആൻഡ് സ്റ്റേജ് കോമ്പറ്റീഷനിലാണോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെന്റിലാണോ, അത് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ അസസ്മെന്റിലാണോ? എവിടെ ആയിരിക്കും നമ്മൾ കുട്ടികളുടെ ഈ പറഞ്ഞ എല്ലാ കഴിവുകളും, സ്പോർട്സ്, ആർട്സ്, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കഴിവുകളും നമ്മൾ അനലൈസ് ചെയ്യുന്ന ഏതിലായിരിക്കും? നമ്മൾ അനലൈസ് ചെയ്യുന്നത്? സി. പിന്നെ ഏതിലായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്?
കുറച്ച് പേരൂടെ ഉണ്ടല്ലോ. ഏതിലായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ഇനി പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസ്. തുടക്കം മുതലേ ഈ പറഞ്ഞ പോലെ ഒരു സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്പോർട്സ് ഡേ കാണും, ആർട്സ് ഡേ കാണും, മ്യൂസിക്കിന്റെ കോമ്പറ്റീഷൻസ് കാണും, ഡ്രാമ കാണും, ഇതെല്ലാം കാണും. ഓക്കെ, അതെല്ലാം കാണും. അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റി, സോഷ്യൽ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ അവർക്ക് ഹെൽപ്ഫുൾ ആണോ, അവരെല്ലാവരും ഇന്ററാക്റ്റീവ് ആണോ, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്ത് വെക്കും. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്ന, കോഴ്സ് നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമാണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെന്റിലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗമാണ്. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? ഓക്കെ, അപ്പൊ എല്ലാരും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാം. വെൽക്കം ഓൾ. ടീച്ചർ, മറ്റേ പാവലോടതില്ലേ, പാവലോടെ ക്ലാസിക്കൽ കണ്ടീഷനിലെ